നമ്മുടെ അപ്പാനി അനുമോളുടെ അടുത്ത് ചെന്നിട്ട് സമാധാനിപ്പിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ഇന്നലെ നടന്ന കാര്യത്തെക്കുറിച്ച് അനുമോളുടെ അടുത്ത് പറയേണ്ടി വന്ന അപ്പാനി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ പറയേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ അപ്പാനി പറയാണ്. പക്ഷേ ഇന്നലെ ഇത് തുടക്കം ഇട്ടത് അപ്പാനി തന്നെയാണ്. ബിൻസിയോട് ചോദിച്ചതും ബിൻസിയെ കൊണ്ട് ചോദിപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെ അപ്പാനി തന്നെയാണ്. പുറത്തിറങ്ങി ചോദിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഇന്നലെ അവിടെ വെച്ച് അപ്പാനി തന്നെ ചോദിച്ച് അനുമോൾ പറഞ്ഞപ്പോൾ അതിനകത്ത് കയറി റേസായി നല്ല രീതിക്ക് ബഹളം വെച്ചു. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഞാൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അതിനകത്ത് ഇത്രയും പേരും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷേ അവർ നിൻ്റെ പേരാണ്, അതായത് ആദിലേ, നൂറെ, ഷൈത്തെ നിൻ്റെ പേരാണ്, നീയാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു നടക്കുന്നത്. സോ എനിക്ക് കേട്ട കാര്യവും എനിക്ക് കണ്ട കാര്യവും മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താണ് കണ്ടത് അതാണ് പറയുന്നത്. അപ്പം നിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, നീയാണ് ഇതൊക്കെ പറഞ്ഞു നടന്നെന്നുള്ള രീതി പറഞ്ഞത്. അപ്പോൾ അനുമോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പാനി അത് കേൾക്കുന്നുണ്ട്. അപ്പം അനുമോൾ പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഉറച്ച് നിൽക്കും. ഞാൻ ആരോടെങ്കിലും സോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാബുമോൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അവൻ അത്ര ഹേർട്ടായെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ ഒരിക്കൽ പോലും സോറി ചോദിച്ചു, അല്ലെങ്കിൽ സോറി ചോദിക്കും, പക്ഷേ എന്നാലും ഞാൻ അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പുറകെ നടന്ന് കാല് പിടിച്ച് നടക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുകയാണ്, നീ അങ്ങനെ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നീ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്കറിയാം. ഞാനിപ്പോൾ നിന്നോട് സംസാരിച്ചാലും കുറേ നേരം കഴിയുമ്പോൾ നീ ഇതൊക്കെ ഉപയോഗിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ സ്വഭാവം പലരും ഇവിടെ പറഞ്ഞതാണ്, എന്നിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരും, എനിക്ക് നിന്നെ ഒരു സഹോദരിയെ പോലെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ അപ്പാനി പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനും എല്ലാവരെയും മനസ്സിലാക്കി തന്നെ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് ആരെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട, അതിലും നൂറൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവരാരും എൻ്റെ ഫ്രണ്ട് അല്ല എന്നുള്ള രീതിയിൽ അനുമോളും തീർത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മളാരും കണ്ടില്ലെങ്കിലും കാണുന്ന ജനങ്ങൾ പുറത്തുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഉണ്ട്, അപ്പം ഞാൻ മാത്രമാണോ ഇതൊക്കെ പറഞ്ഞതെന്നുള്ള രീതിക്ക് അനുമോൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെയാണ് പറഞ്ഞത്, ഇത് ഞാൻ മാത്രമല്ല ഉത്തരവാദി. വീണ്ടും വന്ന് സംസാരിക്കുന്നത്, അല്ലാതെ അനുമോളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അനുമോളുടെ അടുത്തൊരു കരുണ ഉണ്ടായിട്ടോ ഒന്നും അല്ല. പിന്നെ അനുമോൾ ഒറ്റയ്ക്ക് നടക്കുമ്പം അത് അപ്പനെ ബാധിക്കും, പിന്നെ അനുമോൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും. ഇതൊക്കെ ഇവരുടെ ഒരു അജണ്ടയാണ്.